ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇനി കുറഞ്ഞുവെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. നാം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വലിയ ഇളക്കം ലോകമെമ്പാടും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 50-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അതിൻ്റെ 3 മുതൽ നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല, അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അടുത്ത വാക്യത്തിൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ അഥവാ ആസാഫിന്റെ ഈ സങ്കീർത്തനത്തിൽ പാടിയിരിക്കുന്നത്. അവിടെ പറയുമ്പോൾ കർത്താവ് ആ അഗ്നിജ്വാലയിൽ ന്യായപ്രമാണം കൊടുത്ത കർത്താവ് തിരിച്ച് അഗ്നിജ്വാലയിൽ തന്നെ അത് തിരിച്ച് ആവശ്യപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് വരുന്നു, അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. ഇതെല്ലാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. യാഗം കഴിച്ച് നിയമം ചെയ്തവരായ വിശുദ്ധന്മാരെ തിരുസന്നിധിയിൽ കൂട്ടേണ്ടതിനു വേണ്ടി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുന്നത് പോലെ, സ്വർഗീയ കളപ്പുരയിൽ ശേഖരിക്കുന്നത് പോലെ തന്റെ വിശുദ്ധന്മാരെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് കർത്താവിന് ശേഖരിപ്പാനുള്ള നാളുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ദിവസത്തെയും ലോക സംഭവങ്ങൾ നമ്മെ ധാരാളമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ യൗവനക്കാരും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള അനേക വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതും ഒരു പ്രത്യേക അവസ്ഥയായി നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നുണ്ട്. അവരൊക്കെ ദൈവസന്നിധിയിൽ വിളിച്ച് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, അയ്യോ അവരൊക്കെ മൺമറഞ്ഞു പോയല്ലോ. അല്ല, അവരെല്ലാം പ്രത്യാശയുടെ തുറമുഖത്ത് ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭാവി പ്രത്യാശ തന്നെയാണ്. ഓർക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കേ അമേരിക്കയുടെ പ്രദേശങ്ങളിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന, തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഭൂമി കുലുക്കങ്ങൾ ആയിരങ്ങളെ കാണാതായിട്ടുണ്ട്. ലക്ഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഭൂമി കുലുക്കങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അവിടെ മാത്രമല്ല, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതെല്ലാം കാണുമ്പോൾ ഹഗായിൽ നമ്മൾ വായിച്ചതുപോലെ അന്ത്യകാല ഇളക്കം പല നിലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും മനുഷ്യൻ ദൈവഭയമില്ലാതെ പലപ്പോഴും അവൻ വിരഞ്ഞോടുകയാണ്. എന്തൊക്കെയോ നേടാം, എന്തൊക്കെയോ ഇവിടെ വെട്ടിപ്പിടിക്കാം എന്നുള്ള വ്യാമോഹത്തോടുകൂടി ഓടുന്ന ഓട്ടമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം അവസ്ഥ മാറുവാൻ പോകുന്നു. സകലത്തിന്റെയും മനോഹര വസ്തുവായ നമ്മുടെ കർത്താവ് വെളിപ്പെടുവാൻ പോകുന്നു എന്ന് ഇതെല്ലാം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ഞെട്ടലോടുകൂടെ ദൈവത്തിന്റെ മക്കൾ അവർ കർത്താവിന്റെ തിരുമുഖം നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ നാശകൂപത്തിൽ നിന്ന് അവർ രക്ഷപ്രാപിക്കുക മാത്രമല്ല, മറ്റനേകരെ ഏതുവിധേനയും വലിച്ചെടുക്കുവാൻ വേണ്ടിയാണ്
ദൈവം തന്റെ ഭക്തന്മാരെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നാം മറന്നുപോകാതെ, അതിനായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ സമയം ഇതെല്ലാം ദൈവസന്നിധിയിൽ വിനിയോഗിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷച്ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. മാറാത്ത രോഗത്താൽ മനമാകെ നീറുമ്പോൾ ആശ്വാസമേകുന്ന വചനം. മാറാത്ത രോഗത്താൽ മനമാകെ നീറുമ്പോൾ ആശ്വാസമേകുന്ന വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം.